മഴയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. അത് ഭൂമിയെ മാത്രമല്ല മനസ്സുകളെയും നനയ്ക്കും. ജനാലയ്ക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആര്യയുടെ മനസ്സിലും അത്തരം ചില മഴയോർമ്മകൾ പെയ്തിറങ്ങുകയായിരുന്നു. അവൾക്ക് ഇപ്പോൾ 20 വയസ്സായിരിക്കുന്നു. അവളുടെ അച്ഛൻ അപ്രത്യക്ഷനായിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. അച്ഛൻ പോയതിനു ശേഷം അവളുടെ ജീവിതം ഒരു ശൂന്യതയായിരുന്നു. എന്നാൽ ആ ശൂന്യതയിൽ അവൾക്ക് താങ്ങായതും തണലായതും വിവേക് ആയിരുന്നു. അച്ഛന്റെ ഉറ്റ സുഹൃത്ത്, അവളുടെ വിവേക് അങ്കിൾ. വിവേകിന്റെ സാന്നിധ്യം എപ്പോഴും ആര്യയ്ക്കൊരു ആശ്വാസമാണ്. അച്ഛനില്ലാത്ത ആ വീട്ടിൽ ഒരു മുതിർന്നവന്റെ ഉത്തരവാദിത്വത്തോടെ അവൻ അവളെ സംരക്ഷിച്ചു. അവളുടെ പഠനം, അവളുടെ ആവശ്യങ്ങൾ, അവളുടെ സന്തോഷങ്ങൾ എല്ലാം അവൻ ശ്രദ്ധിച്ചു. ഒരു രക്ഷാകർത്താവായി അവൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കാലം കടന്നു പോകുന്തോറും ആ ബന്ധത്തിന് മറ്റൊരു തലം കൈവന്നു. ഒരു കൗമാരക്കാരിയുടെ മനസ്സിൽ ഒരു ആരാധനയായി തുടങ്ങിയ അത് പതിയെ പ്രണയമായി മാറുകയായിരുന്നു. പക്ഷെ ആര്യ അത് ആരോടും പറഞ്ഞില്ല, വിവേകിനോട് പോലും. അവൻ അവളെ ഒരു കൊച്ചുകുട്ടിയായി മാത്രമേ കാണുന്നുള്ളൂ എന്ന് അവൾക്കറിയാമായിരുന്നു. ഇപ്പോൾ ആര്യയുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ലണ്ടനിലെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിച്ചിരിക്കുന്നു. അവളുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു അവൾ അവിടെ പഠിക്കണമെന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവൾക്ക് ഇനി 2 മാസം കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷേ ആ സന്തോഷത്തിനിടയിലും അവളുടെ ഉള്ളിൽ ഒരു ഭയം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. വിവേകിനെ പിരിഞ്ഞു പോകുന്നതിനെ കുറിച്ചുള്ള ഭയം. ആര്യ വിവേകിന്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. അവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു, എപ്പോഴും കാണുന്ന അതേ ശാന്തമായ ചിരിയോടെ. എന്താ ഇവിടെ നിൽക്കുന്നത്? ലഗേജ് ഒക്കെ പാക്ക് ചെയ്തോ? അവൻ ചോദിച്ചു. ഇനിയും 2 മാസം ഉണ്ടല്ലോ അങ്കിൾ, അവൾ മറുപടി പറഞ്ഞു. അറിയാം, എങ്കിലും പെട്ടെന്നാവും ദിവസം പോകുന്നത്, അവൻ പറഞ്ഞു. നിന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഇത്. നീ അവിടെ പോയി നന്നായി പഠിക്കണം, ഒരു വലിയ നിലയിൽ എത്തണം. അവൾ മിണ്ടാതെ നിന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്താ, എന്തു പറ്റി? അവൻ ചോദിച്ചു. ഒന്നുമില്ല, അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ തലയിൽ തലോടി. എനിക്കറിയാം നിനക്ക് എന്നെ പിരിഞ്ഞു പോകാൻ വിഷമമുണ്ടെന്ന്, പക്ഷേ നിന്റെ ഭാവിയാണ് പ്രധാനം. അവിടെ ചെന്നാലും ഞാൻ എപ്പോഴും വിളിക്കും, ലീവിൽ വരുമ്പോൾ കാണുകയും ചെയ്യാം. അവന്റെ ഓരോ വാക്കുകളും അവളുടെ ഉള്ളിൽ ഒരു വിങ്ങലായി മാറുകയായിരുന്നു. അവൾക്ക് അവനെ വിട്ടു പോകാൻ കഴിയില്ല, പക്ഷേ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. അന്ന് വൈകുന്നേരം വിവേക് അവളോട് ഒരു കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളുടെ ലോകം തന്നെ തകർന്നു വീഴുന്നത് പോലെ തോന്നി. ആര്യ, ഞാൻ ഒരു കാര്യം പറയാൻ വരികയായിരുന്നു, അവൻ പറഞ്ഞു. ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ആര്യയ്ക്ക് തന്റെ ചെവികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ സ്തബ്ധയായി നിന്നു. ആരുമായിട്ട്? അവളുടെ ശബ്ദം വിറച്ചു. ശ്വേത, നിനക്കറിയാമല്ലോ അവളെ. ഞങ്ങൾ കുറച്ചു നാളായി പ്രണയത്തിലാണ്. അടുത്ത മാസം വിവാഹം കാണും. ശ്വേതയെ ആര്യക്കറിയാമായിരുന്നു. വിവേകിന്റെ ഒരു സുഹൃത്ത്, സുന്ദരിയും സ്മാർട്ടുമായ ഒരു പെൺകുട്ടി. അവരെ എപ്പോഴും ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു. എന്നാൽ അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് ആര്യ ഒരിക്കലും കരുതിയിരുന്നില്ല. അവളുടെ ഹൃദയം തകരുകയായിരുന്നു. തന്റെ പ്രണയം ഒരിക്കലും സഫലമാകില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും വിവേക് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആശംസകൾ അങ്കിൾ, അവൾ എങ്ങനെയോ പറഞ്ഞു. നീയും വരണം വിവാഹത്തിന്. ലണ്ടനിലേക്ക് പോകുന്നതിന് മുൻപ് ആയിരിക്കുമല്ലോ, അവൻ പറഞ്ഞു. തീർച്ചയായും, അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. തന്റെ മുറിയിലെത്തി അവൾ വാതിലടച്ചു. പിന്നെ പൊട്ടിക്കരഞ്ഞു. അവളുടെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയിരിക്കുന്നു. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. വിവേകില്ലാത്ത ഒരു ജീവിതം അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. വിവേകിന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയായിരുന്നു. ആര്യ അതിലെല്ലാം പങ്കെടുത്തു. പുറമേ ചിരിച്ച് ഉള്ളിൽ കരഞ്ഞുകൊണ്ട്. അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവേക് ഒരു പാർട്ടി സംഘടിപ്പിച്ചു. അവന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയായിരുന്നു അത്. പാർട്ടിക്കിടെ അവൻ മദ്യപിച്ചിരുന്നു, കുറച്ചധികം തന്നെ. രാത്രി വൈകി പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ വിവേക് അവളുടെ മുറിയിലേക്ക് വന്നു. അവൻ മദ്യലഹരിയിലായിരുന്നു. ആര്യ, അവൻ അവളെ വിളിച്ചു. അവൾ ഞെട്ടിപ്പോയി. അവൻ എന്തിനാണ് ഈ സമയത്ത് വന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അങ്കിൾ, എന്താ ഈ സമയത്ത്? അവൾ ചോദിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കൈകളിൽ പിടിച്ചു. ആര്യ, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, അവൻ പറഞ്ഞു. അവൾക്ക് തന്റെ ചെവികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വിവേക് എന്താണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അങ്കിൾ, എന്താ ഈ പറയുന്നത്? നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്. അവൾ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ല ആര്യ, ഞാൻ പറയുന്നതാണ് സത്യം. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, അവൻ വീണ്ടും പറഞ്ഞു. അവന്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. വർഷങ്ങളായി അവൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്തു. അവൾക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ല. അവളുടെ പ്രണയവും അവനെ ആഗ്രഹിച്ചിരുന്നു. ആ രാത്രി അവർ ഒരുമിച്ചായിരുന്നു.
ഒരു തെറ്റാണെന്ന് അറിഞ്ഞിട്ടും പരസ്പരം പ്രണയത്തിൽ അവർ എല്ലാം മറന്നു. ജാലകവിരികൾക്കിടയിലൂടെ അരിച്ചിറങ്ങിയ പ്രഭാത സൂര്യന്റെ ഇളം കിരണങ്ങൾ ആര്യയുടെ മുഖത്ത് പതിച്ചപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. പുറത്ത് മരച്ചില്ലകളിൽ പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദം ഒരു മനോഹരമായ സംഗീതം പോലെ അവളുടെ കാതുകളിൽ മുഴങ്ങി. കഴിഞ്ഞ രാത്രിയിലെ ഓർമ്മകൾ ഒരു കുളിർക്കാറ്റായി അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. വർഷങ്ങളായി താൻ നെഞ്ചിലൊളിപ്പിച്ച പ്രണയം പൂവണിഞ്ഞതിന്റെ അനിർവചനീയമായ സന്തോഷത്തിലായിരുന്നു അവൾ. താൻ സ്നേഹിക്കുന്ന പുരുഷൻ തന്റെ വിവേക് തന്റേത് മാത്രമായിരിക്കുന്നു എന്ന ചിന്ത അവളുടെ കവിളുകളിൽ നാണത്തിന്റെ ചുവപ്പ് പടർത്തി. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിവേക് അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. ശാന്തമായ ആ മുഖത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം അലതല്ലുകയായിരുന്നു. അവൾ മൃദുവായി അവന്റെ മുടിയിഴകളിൽ തലോടി. ആ സ്പർശനത്തിൽ വിവേക് ഞെട്ടിയുണർന്നു. കണ്ണുകൾ തുറന്ന അവൻ ചുറ്റും നോക്കി. താൻ എവിടെയാണെന്നറിയാതെ ഒരു നിമിഷം അവൻ പകച്ചുപോയി. ഇത് തന്റെ മുറിയല്ലെന്നും താൻ കിടക്കുന്നത് ആര്യയുടെ അരികിലാണെന്നും തിരിച്ചറിഞ്ഞ നിമിഷം അവന്റെ മുഖത്തെ ചോര വാർന്നുപോയി. ആര്യ, ഈശ്വര, ഞാൻ എന്തിനാ നിന്റെ മുറിയിൽ? വിവേക് പരിഭ്രാന്തിയോടെ ചോദിച്ചു. അവൻ തലയ്ക്ക് കൈ കൊടുത്തു. മദ്യത്തിന്റെ ഹാങ് ഓവർ അവനെ അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. ആര്യയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അങ്കിൾ, ഇന്നലെ രാത്രി... അവൾ പകുതിക്ക് വെച്ച് നിർത്തി. ഇന്നലെ രാത്രി എന്തു സംഭവിച്ചു? ദൈവമേ, എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. അവൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നിങ്ങൾ ഇന്നലെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. നമ്മൾ... ആര്യയുടെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. ആ വാക്കുകൾ കേട്ടതും വിവേകിന്റെ മുഖത്ത് ദേഷ്യവും നിരാശയും ഒരുമിച്ച് മിന്നിമറഞ്ഞു. ഇല്ല ആര്യ, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഞാൻ തീർത്തും മദ്യലഹരിയിലായിരുന്നു. എനിക്ക് സ്വബോധമുണ്ടായിരുന്നില്ല. ഞാൻ നിന്റെ അച്ഛന് കൊടുത്ത വാക്കാണ് നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന്. ആ ഞാൻ തന്നെ. അവൻ സ്വയം ശപിച്ചുകൊണ്ട് തലമുടിയിൽ വിരലുകൾ കോർത്തു വലിച്ചു. പക്ഷേ അങ്കിൾ, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അവൾ വീണ്ടും പറയാൻ ശ്രമിച്ചു. അത് വെറും മദ്യത്തിന്റെ ജൽപ്പനങ്ങൾ മാത്രമായിരുന്നു ആര്യ. അവന്റെ ശബ്ദം അല്പം കടുത്തു. നീ എന്റെ സുഹൃത്തിന്റെ മകളാണ്. എനിക്ക് നിന്നെ അതിനപ്പുറം കാണാൻ കഴിയില്ല. ഞാൻ ശ്വേതയെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. എന്റെ ജീവിതം അവളോടൊപ്പമാണ്. ഇന്നലെ രാത്രി നടന്നത് വലിയൊരു തെറ്റാണ്, ഒരു അബദ്ധം. ഇതിവിടെ അവസാനിക്കണം. ഇത് മറ്റാരും, പ്രത്യേകിച്ച് ശ്വേത, അറിയരുത്. ഒരു നിമിഷം കൊണ്ട് ആര്യയുടെ ലോകം തലകീഴായി മറിഞ്ഞു. താൻ പടുത്തുയർത്തിയ സ്വപ്നഗോപുരങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന ശബ്ദം അവൾ കേട്ടു. അവൻ തന്നെ സ്നേഹിച്ചിരുന്നില്ല. കഴിഞ്ഞ രാത്രിയിലെ ആ നിമിഷങ്ങൾ അവന് വെറും ഒരു അബദ്ധം മാത്രമായിരുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ അവളുടെ ഹൃദയത്തിന് കഴിഞ്ഞില്ല. തൊണ്ടയിൽ കുരുങ്ങിയ കരച്ചിൽ അവൾ അതിയായി പാടുപെട്ട് അടക്കി പിടിച്ചു. ശരിയാണെങ്കിൽ അതൊരു അബദ്ധമായിരുന്നു. ഇതാരും അറിയില്ല. കണ്ണുനീർ മറച്ചു വെച്ചുകൊണ്ട് അവൾ പുറംതിരിഞ്ഞു നിന്നു. വിവേക് കുറ്റബോധത്തോടെ അവളെ ഒന്ന് നോക്കിയ ശേഷം വേഗത്തിൽ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. വാതിലടഞ്ഞതും ആര്യ കട്ടിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അവളുടെ ഹൃദയം പറഞ്ഞു പോകുന്ന വേദന അവൾ അനുഭവിച്ചു. ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. ലണ്ടനിലേക്കുള്ള യാത്ര എത്രയും വേഗമാക്കണമെന്ന് അവൾ തീരുമാനിച്ചു. വിവേകിന്റെ ഒരു സഹായവും ഇനി തനിക്ക് വേണ്ട. വിമാന ടിക്കറ്റും വിസയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇനിയും കുറച്ചുകൂടി പണം അവൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിനായി നഗരത്തിലെ തിരക്കേറിയ ഒരു പ്രശസ്തമായ കഫേയിൽ അവൾ പാർട്ട് ടൈം ജോലിക്ക് കയറി. പഠനവും പാക്കിംഗ് ജോലിയുമായി അവൾ സ്വയം തിരക്കിലാവാൻ ശ്രമിച്ചു. വിവേകിനെ മുഖാമുഖം കാണാതിരിക്കാൻ അവൾ പരമാവധി ശ്രദ്ധിച്ചു. കഫേയിലെ ജോലി അവൾക്ക് ചെറിയൊരു ആശ്വാസം നൽകി. അവിടെ വരുന്ന ആളുകളുടെ തിരക്കുകൾക്കിടയിൽ അവൾ തന്റെ വേദനകൾ മറക്കാൻ ശ്രമിച്ചു. അങ്ങനെയിരിക്കെ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു സായാഹ്നത്തിൽ ആര്യ കഫേയിലെ ഒരു ടേബിൾ വൃത്തിയാക്കുകയായിരുന്നു. പെട്ടെന്ന് കഫേയുടെ ഗ്ലാസ് ഡോർ തുറന്ന് 2 പേർ അകത്തേക്ക് വന്നു. അവരെ കണ്ടതും ആര്യയുടെ കയ്യിലിരുന്ന ഡസ്റ്റർ നിലത്തേക്ക് വീണു. വിവേകും ശ്വേതയുമായിരുന്നു അത്. വിവേക് അവളെ കണ്ടെങ്കിലും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ശ്വേതയുടെ കൈപിടിച്ച് ജനാലയ്ക്കരികിലുള്ള ഒരു ടേബിളിലേക്ക് നടന്നുപോയി. അവരുടെ ഓർഡർ എടുക്കാൻ ആര്യയ്ക്ക് തന്നെ പോകേണ്ടി വന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശ്വേത അവളെ കണ്ടപ്പോൾ അതിശയത്തോടെ ചിരിച്ചു. ആര്യ, നീ ഇവിടെ ജോലി ചെയ്യുകയാണോ? വിവേക് എന്നോട് പറഞ്ഞില്ലല്ലോ. വിവേക് ആര്യയുടെ മുഖത്തേക്ക് നോക്കാതെ മെനു കാർഡിലേക്ക് നോക്കിയിരുന്നു. ഓർഡർ എടുത്ത് തിരികെ നടക്കുമ്പോൾ ആര്യയുടെ കാലുകൾ പതറുന്നുണ്ടായിരുന്നു. അവൾ അവർക്കുള്ള കാപ്പിയും സ്നാക്സും കൊണ്ടുവന്നു വെച്ചു. പെട്ടെന്ന് കഫേയിലെ ലൈറ്റുകൾ മങ്ങി. പശ്ചാത്തലത്തിൽ നേർത്ത ഒരു റൊമാൻറ്റിക് സംഗീതം ഒഴുകിയെത്തി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ വിവേകിലേക്കും ശ്വേതയിലേക്കും തിരിഞ്ഞു. വിവേക് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ശ്വേതയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. അവന്റെ കയ്യിൽ മനോഹരമായ ഒരു വെൽവെറ്റ് പെട്ടി ഉണ്ടായിരുന്നു. ശ്വേത, നീയാണ് എന്റെ ജീവൻ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നീയാണ്. എന്നെ വിവാഹം കഴിക്കാമോ? അവൻ ആ പെട്ടി തുറന്ന് വജ്രമോതിരം അവൾക്ക് നേരെ നീട്ടി. ശ്വേത സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. യെസ്, 1000 വട്ടം യെസ്. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. കഫേയിലുണ്ടായിരുന്ന എല്ലാവരും കൈയടിച്ച് അവരെ അഭിനന്ദിച്ചു. കൗണ്ടറിന് സമീപം ഇതൊന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു ആര്യ. വിവേക് മനഃപൂർവ്വം ചെയ്തതാണ് ഇതെന്ന് അവൾക്ക് മനസ്സിലായി. തന്നോടുള്ള യാതൊരു ബാധ്യതയും അവനില്ലെന്നും താൻ ഇനി അവനെ ഓർത്ത് സമയം കളയരുതെന്നും കാണിച്ചു തരാൻ വേണ്ടി അവൻ നടത്തിയ ഒരു നാടകം.
അവളുടെ നെഞ്ചിൽ ആരോ ആഞ്ഞു കുത്തുന്നത് പോലെ തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. ചുറ്റുമുള്ള ലോകം വല്ലാതെ കറങ്ങുന്നത് പോലെ, ശബ്ദങ്ങളെല്ലാം വിദൂരതയിലേക്ക് മറയുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. വല്ലാത്തൊരു തലകറക്കവും ക്ഷീണവും അവളെ പൊതിഞ്ഞു. കൗണ്ടറിലെ മേശയിൽ മുറുകെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ ഒരു പക്ഷെ അവിടെ തളർന്നു വീണേനെ. അവന്റെ ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ അവളുടെ ഉള്ളിലെ നേരിയ പ്രതീക്ഷയുടെ അവസാനത്തെ കണികയും ഇല്ലാതായി. ഇനി ഒരിക്കലും തിരികെ വരാത്ത വിധം ആര്യയുടെ മനസ്സ് മരവിച്ചു പോയിരുന്നു. ഒപ്പം അവളുടെ ശരീരത്തിലും താൻ അറിയാത്ത ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിയാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കഫയിലെ ആ സംഭവത്തിന് ശേഷം ആര്യയുടെ ജീവിതം ഒരു ഇരുണ്ട ഗുഹയിൽ അകപ്പെട്ടതുപോലെയായി. വസന്തം കൊഴിഞ്ഞുപോയ ഒരു മരം പോലെ അവൾ തളർന്നു. ശരീരത്തിന്റെ തളർച്ച വെറും ഒരു മാനസികാഘാതത്തിന്റെ ബാക്കി പത്രമാണെന്നാണ് അവൾ ആദ്യം കരുതിയത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിച്ചു വന്നു. രാവിലെയുള്ള വല്ലാത്ത ക്ഷീണവും തലകറക്കവും ഒടുവിൽ അസഹനീയമായപ്പോൾ അവൾ നഗരത്തിലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ തീരുമാനിച്ചു. ആരും അറിയാതെ തികച്ചും ഏകാഗിയായിട്ടായിരുന്നു അവളുടെ ആശുപത്രി യാത്ര. പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരുന്ന ആ നിമിഷങ്ങളിൽ വല്ലാത്തൊരു ശൂന്യത അവളെ പൊതിഞ്ഞു നിന്നിരുന്നു. ജനാലയിലൂടെ പുറത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഒടുവിൽ ഡോക്ടറുടെ മുറിയിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ അവളുടെ ഹൃദയം അകാരണമായി മിടിച്ചു. ആര്യ, നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, ഡോക്ടർ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. ഒരല്പനേരത്തെ മൗനത്തിന് ശേഷം ഡോക്ടർ തുടർന്നു. യു ആർ പ്രഗ്നന്റ്. ആ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് അവളുടെ കാതുകളിൽ പതിച്ചത്. ലോകം മുഴുവൻ ഒരു നിമിഷം നിശ്ചലമായതുപോലെ. ഒരു പുതിയ ജീവൻ തന്റെ ഉള്ളിൽ തുടിക്കുന്നുണ്ടെന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. അത് സത്യമാണോ ഡോക്ടർ? അവളുടെ ശബ്ദം വല്ലാതെ വിറച്ചു. അതെ, 100%. പക്ഷെ ആര്യയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ്. ശരീരം വളരെ ദുർബലമായത് കൊണ്ട് തന്നെ ഇതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. ഗർഭഛിദ്രത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പൂർണ്ണമായ വിശ്രമം അത്യാവശ്യമാണ്. ഡോക്ടർ മുന്നറിയിപ്പ് നൽകി. കുറിപ്പടിയും മരുന്നുകളും വാങ്ങി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളൊന്നും അവളുടെ കണ്ണുകളിൽ പതിയുന്നുണ്ടായിരുന്നില്ല. കാർമേഘങ്ങൾ മൂടിയ ആകാശം പോലെ അവളുടെ മനസ്സും ഭാരപ്പെട്ടിരുന്നു. തന്റെ ഉദരത്തിൽ വളരുന്ന താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന പുരുഷന്റെ അംശത്തെക്കുറിച്ച് അവൾ എപ്പോഴൊക്കെയോ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നതാണ്. എന്നാൽ ഇന്ന് അതൊരു വലിയ ശാപമായി മാറുമോ എന്ന് അവൾ ഭയന്നു. ഈ വിവരം എന്തായാലും വിവേകിനെ അറിയിക്കേണ്ടതുണ്ടെന്ന് അവൾ തീരുമാനിച്ചു. എന്തു തന്നെ സംഭവിച്ചാലും ഈ കുഞ്ഞിന്റെ പിതാവ് അവനാണ്. സത്യം അറിയാനുള്ള അവകാശം അവനുണ്ട്. വീട്ടിലെത്തിയ ശേഷം മൊബൈൽ ഫോൺ എടുത്ത് വിവേകിന്റെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീണ്ട ബെല്ലുകൾക്കൊടുവിൽ അവൻ ഫോൺ എടുത്തു. ഹലോ വിവേക്, അവൾ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു. അങ്കിൾ എന്ന ആ പഴയ വിളി അപ്പോഴേക്കും അവൾ എന്നേക്കുമായി ഉപേക്ഷിച്ചിരുന്നു. എന്താ ആര്യ? ഞാൻ വളരെ തിരക്കിലാണ്, ശ്വേതയുടെ കൂടെ പുറത്താണ്. അവന്റെ സ്വരം തികച്ചും യാന്ത്രികവും തണുപ്പുള്ളതുമായിരുന്നു. എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരിട്ട് പറയാനുണ്ട്. വല്ലാതെ വയ്യ, ഒന്ന് വരാമോ? അവൾ യാചിക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. എനിക്ക് വരാൻ പറ്റില്ല ആര്യ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരക്കിലാണ്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പണം അക്കൗണ്ടിലേക്ക് അയച്ചു തരാം, അല്ലാതെ എന്നെ ഇങ്ങനെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ആ മറുപടി അവളുടെ നെഞ്ചിൽ അവസാനത്തെ ആണിയും തറയ്ക്കുന്നതായിരുന്നു. അവന് താൻ വെറും ഒരു ശല്യം മാത്രമായി മാറിയിരിക്കുന്നു. അന്ന് ആര്യയുടെ 22ാം ജന്മദിനമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കൃത്യം 12 മണിക്ക് അവൾക്ക് ആശംസകളും വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായി വിവേക് ഓടിയെത്തുമായിരുന്നു. ഒരുപക്ഷെ ഇന്ന് അവൻ ആ ഓർമ്മയിലല്ലെങ്കിലും തന്നെ തേടി വരുമായിരിക്കുമെന്ന് ആ പാവം മനസ്സ് വെറുതെ ആശിച്ചു പോയി. ലണ്ടനിലേക്കുള്ള അവളുടെ ഫ്ലൈറ്റ് അന്ന് രാത്രിയായിരുന്നു. അതിനു മുൻപായി അവനെ അവസാനമായി ഒന്ന് കാണാൻ അവൾ ആഗ്രഹിച്ചു. ജനാലപ്പടിയിൽ മഴത്തുള്ളികൾ ഇറ്റുവീഴുന്നത് നോക്കി അവൾ മണിക്കൂറുകളോളം കാത്തിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ സഹിക്കാൻ കഴിയാതെ അവൾ വീണ്ടും അവന്റെ നമ്പറിലേക്ക് വിളിച്ചു. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫോൺ അറ്റൻഡ് ചെയ്യപ്പെട്ടു. പക്ഷെ മറുതലയ്ക്കൽ കേട്ടത് വിവേകിന്റെ ശബ്ദമായിരുന്നില്ല, മറിച്ച് ശ്വേതയുടെ സ്വരമായിരുന്നു. ഹലോ, ആര്യയാണോ? ശ്വേതയുടെ സ്വരത്തിൽ ക്രൂരമായ ഒരു പരിഹാസം നിറഞ്ഞു നിന്നിരുന്നു. ആര്യ സ്തംഭിച്ചു പോയി. വിവേക് എവിടെ? അവൾ പതർച്ചയോടെ ചോദിച്ചു. വിവേക് ഇപ്പോൾ ഷവറിലാണ്. നിനക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? ശ്വേതയുടെ വാക്കുകൾ ഒരു മൂർച്ചയുള്ള കത്തി പോലെയാണ് ആര്യയുടെ ഹൃദയത്തിൽ കുത്തിയിറങ്ങിയത്. പിന്നെ ഇന്ന് നിന്റെ ജന്മദിനമാണെന്ന് എനിക്കറിയാം. പക്ഷെ വിവേക് ഇന്ന് നിന്നെ കാണാൻ വരില്ല. അവൻ ഇനി എന്റെ സ്വന്തമാണ്. മേലാൽ എന്റെ കാമുകനെ വിളിച്ച് ശല്യം ചെയ്യരുത്. ഫോൺ കട്ടായ ശബ്ദം കേട്ട് ആര്യ തളർന്നിരുന്നു പോയി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങിയില്ല. പകരം അവൾ വല്ലാതെ ശാന്തയാവുകയായിരുന്നു. ഉള്ളിലെ കൊടുങ്കാറ്റുകളിലെല്ലാം അടങ്ങി ഒരു വല്ലാത്ത നിശബ്ദത അവളിൽ നിറഞ്ഞു. ഇനി ഒരിക്കലും താൻ ആ മനുഷ്യന് മുന്നിൽ സ്നേഹത്തിനായി കൈനീട്ടില്ല എന്ന് അവൾ ഉറപ്പിച്ചു.
തന്റെ സാധനങ്ങളെല്ലാം അവൾ പെറുക്കി വെച്ചു. ഈ നഗരത്തിലെ, ഈ വീട്ടിലെ ഓർമ്മകളെല്ലാം എന്നേക്കുമായി ഉപേക്ഷിക്കാൻ അവൾ തയ്യാറെടുക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ടു. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ വിവേക്. മഴ നനഞ്ഞ് കയ്യിലൊരു മനോഹരമായ സമ്മാനപ്പൊതിയുമായി അവൻ അല്പം കിതച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. തന്റെ കാമുകിയെ തനിച്ചാക്കി അവൻ ഓടി വന്നിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ആര്യ. അവൻ ആ സമ്മാനപ്പൊതി അവൾക്ക് നേരെ നീട്ടി. ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇത് ലോകത്തിൽ ഒരെണ്ണം മാത്രമേയുള്ളൂ, നിന്നെ പോലെ തന്നെ വളരെ സ്പെഷ്യലായ ഒന്ന്. ആര്യ ആ സമ്മാനത്തിലേക്ക് യാന്ത്രികമായി ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളിലെ ആ പഴയ പ്രണയവും തിളക്കവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വിവേക് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അവൾ അവനിൽ നിന്ന് ഒരുപാട് കാലങ്ങൾ അകലെയായി കഴിഞ്ഞിരുന്നു. ഒരു പുതിയ ജീവിതത്തിലേക്കും തന്റേതു മാത്രമായ ഒരു ലോകത്തിലേക്കും പറന്നുയരാൻ അവൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു എന്ന് ആ നിമിഷം വിവേക് അറിഞ്ഞിരുന്നില്ല. മഴയ്ക്ക് അന്ന് വല്ലാത്തൊരു ഭ്രാന്തുണ്ടായിരുന്നു. ജനാലച്ചില്ലുകളിൽ ആഞ്ഞടിക്കുന്ന മഴത്തുള്ളികൾക്ക് അവളുടെ ഹൃദയമിടിപ്പിന്റെ അതേ താളമായിരുന്നു. വാതിൽക്കൽ കിതച്ചുകൊണ്ട് നിൽക്കുന്ന വിവേകിനെ നോക്കുമ്പോൾ ആര്യയുടെ കണ്ണുകളിൽ ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല. ഒരു കാലത്ത് ആ മുഖം കാണുമ്പോൾ അവളുടെ ഉള്ളിൽ വിരിഞ്ഞിരുന്ന 1000 വസന്തങ്ങൾ ഇന്ന് പൂർണ്ണമായും കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. അവൻ നീട്ടിയ ആ സമ്മാനപ്പൊതി അവൾ യാന്ത്രികമായി വാങ്ങി. അതിനുള്ളിൽ തിളങ്ങുന്ന മനോഹരമായ ഒരു രത്നപതക്കമായിരുന്നു. ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ് ആര്യ. ലോകത്തിൽ ഒരെണ്ണം മാത്രമേയുള്ളൂ നിന്നെ പോലെ, വിവേക് വീണ്ടും പറഞ്ഞു. അവന്റെ സ്വരത്തിൽ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. അവളുടെ ആ നിസ്സംഗത അവനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ പതക്കം കയ്യിലെടുത്ത് നോക്കുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ വിളറിയ ഒരു പുഞ്ചിരി വിടർന്നു, ഒരു പരിഹാസ ചിരി. വിവേക്, അവൾ വിളിച്ചു. ആ വിളിയിൽ അങ്കിൾ എന്ന ആദരവോ സ്നേഹമോ ഇല്ലായിരുന്നു. അവൻ ഞെട്ടലോടെ അവളെ നോക്കി. എന്റെ 22ാം ജന്മദിനത്തിൽ ഞാൻ എന്ത് ആഗ്രഹമാണ് ചോദിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വിവേക് ഉത്തരം പറയാനാവാതെ സ്തംഭിച്ചു നിന്നു. ഇതുവരെയുള്ള എന്റെ എല്ലാ ജന്മദിനങ്ങളിൽ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചത് ഒരൊറ്റ കാര്യമായിരുന്നു, നിങ്ങളെ എനിക്ക് വേണമെന്ന്. നിങ്ങളുടെ സ്നേഹവും സാമീപ്യവും മാത്രമായിരുന്നു എന്റെ ലോകം. എന്നാൽ ഇന്ന് ഈ നിമിഷം എന്റെ ആഗ്രഹം അതല്ല. അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ അപ്പോൾ സമുദ്രത്തോളം ആഴമുള്ള ശാന്തതയായിരുന്നു. നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കണം ശ്വേതയ്ക്കൊപ്പം. നിങ്ങളുടെ പുതിയ ലോകത്തിൽ നിങ്ങൾ സന്തുഷ്ടനായിരിക്കണം. അതാണ് ഇന്നത്തെ എന്റെ ആഗ്രഹം. ആ വാക്കുകൾ വിവേകിന്റെ ഹൃദയത്തിൽ കൊള്ളിയാൻ പോലെ പതിച്ചു. എന്തിനാണ് ഇവൾ ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കാനാവാതെ അവൻ കുഴങ്ങി. ആര്യ ആ സമ്മാനപ്പൊതി അവന് നേരെ തന്നെ തിരികെ നീട്ടി. ഇത് എനിക്കുള്ളതല്ല വിവേക്, ഇത് ശ്വേതയ്ക്കുള്ളതാണ്. അവളുടെ സ്നേഹത്തിനും അവകാശങ്ങൾക്കും ഉള്ളതാണ്. എന്റെ കഴുത്തിലണിയാൻ ഇതിന് അർഹതയില്ല. അവളുടെ സ്വരത്തിൽ യാതൊരു വിറയലും ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ദൃഢത ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ വിളിക്കരുത്, എന്നെ അന്വേഷിച്ച് വരികയും അരുത്. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ അച്ഛന് നിങ്ങൾ കൊടുത്ത വാക്ക്, ആ വലിയ ബാധ്യതയിൽ നിന്ന് ഞാൻ നിങ്ങളെ എന്നേക്കുമായി സ്വതന്ത്രനാക്കുന്നു. വിട. വിവേക് ഒന്നും മിണ്ടാനാവാതെ തറച്ചു നിന്നു. അവന്റെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി. കാമുകിയെ തനിച്ചാക്കി മഴയത്ത് ഓടി വന്ന തന്നോട് അവൾ എന്തിനാണ് ഇത്രയും ക്രൂരമായി സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. അവന്റെ ഉള്ളിലെവിടെയോ ഒരു വിങ്ങൽ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അവൻ ഒന്നും പറയാതെ പതിയെ തിരിഞ്ഞു നടന്നു. മഴയിലേക്ക് നടന്നിറങ്ങുന്ന അവന്റെ രൂപം മറയുന്നതുവരെ ആര്യ നോക്കി നിന്നു. പിന്നെ പതുക്കെ വാതിലടച്ചു. അവസാനത്തെ കണ്ണുനീർ തുള്ളിയും അവൾ തുടച്ചു മാറ്റി. ഇനി തനിക്ക് കരയാൻ സമയമില്ല. തന്റെ ഉദരത്തിൽ തുടിക്കുന്ന പുതിയ ജീവന് കാവലായി പുതിയൊരു ലോകത്തേക്ക് പറക്കാൻ അവൾക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട്. അവൾ തന്റെ ലഗേജുകൾ എല്ലാം എടുത്തു. പുറത്ത് അവൾക്കായുള്ള ടാക്സി കാത്തു നിൽപ്പുണ്ടായിരുന്നു. വീടിന്റെ പടിയിറങ്ങുമ്പോൾ അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. തന്റെ ബാല്യവും കൗമാരവും സ്വപ്നങ്ങളും പ്രണയവും എല്ലാം ഉറങ്ങിക്കിടക്കുന്ന ആ വീടിനോട് അവൾ നിശബ്ദമായി വിട പറഞ്ഞു. പിന്നെ കാറിൽ കയറി എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു. മഴയുടെ തണുപ്പിലും അവളുടെ ഒരു കൈ തന്റെ വയറ്റിൽ സംരക്ഷണ വലയം തീർത്തിരുന്നു. അതേസമയം തന്റെ ഫ്ളാറ്റിൽ തിരിച്ചെത്തിയ വിവേക് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നനഞ്ഞ വസ്ത്രം പോലും മാറാൻ നിൽക്കാതെ അവൻ സോഫയിലേക്ക് വീണു. ആര്യയുടെ മുഖത്തെ ശൂന്യത അവനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവളുടെ അവസാനത്തെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങി. ബാധ്യതകളിൽ നിന്ന് ഞാൻ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു. അവൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവളുടെ കണ്ണുകളിൽ താൻ കണ്ടത് വെറുപ്പായിരുന്നില്ല, മറിച്ച് എല്ലാം ഉപേക്ഷിച്ചവളുടെ ഭാവമായിരുന്നു. പെട്ടെന്ന് അവനൊരു നടുക്കമുണ്ടായി. ലണ്ടനിലേക്കുള്ള യാത്ര, അവൾ ഇന്ന് രാത്രി പോവുകയാണോ? താൻ ഇത് എങ്ങനെ മറന്നു? അവൻ വേഗത്തിൽ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ആര്യയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവന്റെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ആ യാന്ത്രിക ശബ്ദം കേട്ടപ്പോൾ അവന്റെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നി. അവൻ വീണ്ടും വീണ്ടും വിളിച്ചു. യാതൊരു ഫലവുമില്ല. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. താൻ എന്താണ് ഈ ചെയ്തത്?
താൻ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്നവളെ, തന്നെ സ്നേഹിച്ചിരുന്നവളെ താൻ സ്വന്തം കൈകൊണ്ട് അകറ്റുകയായിരുന്നില്ലേ? ശ്വേതയുമായുള്ള വിവാഹം വെറും ഒരു നാടകം മാത്രമായിരുന്നില്ലേ? ആര്യയെ തന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ, അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി താൻ സ്വയം കെട്ടിയാടിയ ക്രൂരമായൊരു നാടകം. കഴിഞ്ഞ രാത്രിയിൽ അവളോട് താൻ പറഞ്ഞത് തന്റെ ഉള്ളിലെ യഥാർത്ഥ പ്രണയമായിരുന്നു. പക്ഷേ രാവിലെ അതെല്ലാം മദ്യത്തിന്റെ കെട്ടിലാണെന്ന് പറഞ്ഞ് താൻ അവളെ ചതിക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഇല്ല, അവൾക്ക് പോകാൻ കഴിയില്ല. തന്നെ തനിച്ചാക്കി അവൾക്ക് പോകാൻ കഴിയില്ല. തനിക്ക് അവളെ വേണം. അവൻ വേഗത്തിൽ കാറിന്റെ താക്കോലും എടുത്ത് പുറത്തേക്ക് ഓടി. മഴയുടെ ശക്തി അപ്പോഴും കുറഞ്ഞിരുന്നില്ല. എയർപോർട്ടിലേക്കുള്ള വഴിയിൽ വണ്ടി പറപ്പിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ആര്യയുടെ മുഖം മാത്രമായിരുന്നു. ട്രാഫിക്കിനെയും മഴയെയും വകവയ്ക്കാതെ അവൻ വണ്ടി ഓടിച്ചു. ഓരോ സെക്കൻഡും അവന് യുഗങ്ങൾ പോലെ തോന്നി. എയർപോർട്ടിലെത്തിയ അവൻ വണ്ടി അവിടെ ഒരു വശത്ത് നിർത്തിയിട്ട് അക്ഷമയോടെ കാർ പാർക്കിങ്ങിൽ നിന്നും ഡിപ്പാർച്ചർ ടെർമിനലിലേക്ക് ഭ്രാന്തനെ പോലെ ഓടി. അവളുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ അവന്റെ കണ്ണുകൾ അവളെ പരതുകയായിരുന്നു. വിമാനത്താവളത്തിന്റെ തിളക്കമുള്ള നിയോൺ വെളിച്ചങ്ങൾക്ക് അന്ന് വല്ലാത്തൊരു മരവിപ്പായിരുന്നു. യാത്രക്കാരുടെ തിരക്കുകൾക്കിടയിലൂടെ അവരുടെ ഉന്തും തള്ളും വകവയ്ക്കാതെ ഒരു ഭ്രാന്തനെ പോലെ വിവേക് ഓടുകയായിരുന്നു. അവന്റെ ഹൃദയം വാരിയല്ലുകൾ ഭേദിച്ച് പുറത്തു ചാടുമെന്നതുപോലെ മിടിച്ചുകൊണ്ടിരുന്നു. മഴവെള്ളം ഇറ്റുവീഴുന്ന മുടിയും വിയർപ്പിൽ കുതിർന്ന വസ്ത്രങ്ങളും അവനൊരു പരിഭ്രാന്തനായ മനുഷ്യന്റെ രൂപം നൽകി. ലണ്ടനിലേക്കുള്ള വിമാനത്തിന്റെ ഡിപ്പാർച്ചർ ഗേറ്റുകൾ ലക്ഷ്യമാക്കി അവൻ കുതിച്ചു. ഓരോ മുഖങ്ങളിലും അവൻ ആര്യയെ തിരയുകയായിരുന്നു. ആ നീണ്ട കാർമേഘം പോലെയുള്ള മുടിയും സങ്കടം തളം കെട്ടി നിൽക്കുന്ന ആ കണ്ണുകളും എവിടെയെങ്കിലും കാണാനാകുമെന്ന് അവൻ വല്ലാതെ മോഹിച്ചു പോയി. കിതച്ചുകൊണ്ട് അവൻ എയർ ലൈസൻസിന്റെ ഇൻഫോർമേഷൻ ഡെസ്കിന് മുന്നിലെത്തി. ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ്. കിതപ്പ് കാരണം അവന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കൗണ്ടറിൽ ഇരുന്ന ഉദ്യോഗസ്ഥൻ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയ ശേഷം അവന് നേരെ തിരിഞ്ഞു. ക്ഷമിക്കണം സർ, ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് 10 മിനിറ്റ് മുമ്പ് ടേക്ക് ഓഫ് ചെയ്തു കഴിഞ്ഞു. ബോർഡിംഗ് എല്ലാം നേരത്തെ അവസാനിച്ചിരുന്നു. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് വിവേകിന്റെ കാതുകളിൽ പതിച്ചത്. കാലുകൾക്ക് താഴെ നിന്നും ഭൂമി പിളർന്നു പോകുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. തലകറങ്ങുന്നത് പോലെ തോന്നിയ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് കസേരയിലേക്ക് തളർന്നു വീണു. തന്റെ കൈകൾ കൊണ്ട് മുഖം പൊത്തി അവൻ വിതുമ്പി. ചുറ്റുമുള്ള ലോകം അവന് ചുറ്റും കറങ്ങുന്നത് പോലെ. ശബ്ദങ്ങളെല്ലാം ഒരു മൂളലായി മാറി. താൻ എന്താണ് ഈ ചെയ്തത്? ഏത് ശരിക്ക് വേണ്ടിയാണോ താൻ ഇത്രയും വലിയൊരു ക്രൂരത അവളോട് കാണിച്ചത്? ആ ശരി ഇന്ന് തന്നെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. അവൾക്ക് 22 വയസ്സും തനിക്ക് 32 വയസ്സും. അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവളെ സംരക്ഷിക്കേണ്ട താൻ അവളെ പ്രണയിക്കുന്നത് ഒരു തെറ്റാണെന്ന് അവൻ വിശ്വസിച്ചു. അവളുടെ ശോഭനമായ ഭാവിക്ക് താനൊരു തടസ്സമാകരുതെന്ന് കരുതിയാണ് ശ്വേതയെ കൊണ്ട് ആ നാടകം കളിപ്പിച്ചത്. താൻ മറ്റൊരുവളുടേതാകാൻ പോകുന്നുവെന്നറിയുമ്പോൾ അവൾ തന്നെ വെറുക്കുമെന്നും ആ വെറുപ്പിന്റെ കരുത്തിൽ അവൾ ലണ്ടനിൽ പോയി പഠിച്ച് വലിയവളാകുമെന്നും അവൻ സ്വപ്നം കണ്ടു. പക്ഷെ കഴിഞ്ഞ രാത്രിയിലെ മദ്യലഹരയിൽ അവൾക്കരികിൽ താൻ തന്റെ യഥാർത്ഥ പ്രണയം വെളിപ്പെടുത്തിയപ്പോൾ അതൊരു അബദ്ധമാണെന്ന് പിറ്റേന്ന് രാവിലെ പറയേണ്ടി വന്നപ്പോൾ അതെല്ലാം അവളുടെ ഹൃദയത്തെ എത്രമാത്രം ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകുമെന്ന് അവൻ ഇപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. ഒരു യന്ത്രമനുഷ്യനെ പോലെ അവൻ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി. വണ്ടിയോടിച്ച് തിരികെ ആര്യയുടെ വീട്ടിലെത്തുമ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു. വീട് പൂർണ്ണമായും നിശബ്ദമായിരുന്നു. അവളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ മുറിയിലേക്ക് അവൻ കയറി. അവിടെ അവളുടെ പെർഫ്യൂമിന്റെ നേർത്ത ഗന്ധം അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അലമാരകളും മേശയും ശൂന്യമാണ്. പെട്ടെന്നാണ് മേശപ്പുറത്ത് പേപ്പർ വെയിറ്റിനടിയിൽ വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു കവർ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ വിവേകിനി എന്ന് അവളുടെ കൈപ്പടയിൽ എഴുതിയിരുന്നു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൻ ആ കവർ തുറന്നു. അതിൽ അവളുടെ കണ്ണുനീർ വീണ് അക്ഷരങ്ങൾ പടർന്ന ഒരു കത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ട വിവേക്, ഈ കത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഈ നഗരത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് ദൂരേക്ക് പോയിട്ടുണ്ടാകും. എന്റെ അച്ഛന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും വിശ്വസിച്ചതും നിങ്ങളെയാണ്. ആ വിശ്വാസം പ്രണയമായി മാറിയത് എന്നാണെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ ശ്വേതയോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ എന്നെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ പിറ്റേന്ന് അതൊരു അബദ്ധമാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എന്റെ ലോകമാണ് തകർന്നത്. നിങ്ങൾ എന്നെ അകറ്റാൻ വേണ്ടി ശ്വേതയുമായി ചേർത്ത് നടത്തിയ ഒരു നാടകമായിരുന്നു ആ വിവാഹാഭ്യർത്ഥന എന്ന് എനിക്ക് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. എനിക്ക് വേണ്ടി, എന്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ സ്വയം വില്ലനായി മാറിയതാണെന്ന് എനിക്കറിയാം. പക്ഷെ വിവേക്, ആ സ്നേഹപ്രകടനത്തിന് വലിയൊരു വില നൽകേണ്ടി വന്നത് ഞാനാണ്. ഞാൻ പോവുകയാണ്, ഒറ്റയ്ക്കല്ല. എന്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു അംശം ജീവൻ വെക്കുന്നുണ്ട്. അതെ വിവേക്, ഞാൻ ഒരു അമ്മയാകാൻ പോകുന്നു. ഈ സത്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷെ നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലായിരുന്നു. ഇതൊരു ബാധ്യതയായി നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
എൻ്റെ കുഞ്ഞിനെ ഒരു കുറവും വരാതെ ഞാൻ വളർത്തിക്കൊള്ളാം. നിങ്ങൾ എനിക്കും എൻ്റെ അച്ഛനും നൽകിയ എല്ലാ സ്നേഹത്തിനും കരുതലിനും നന്ദി. ശ്വേതയ്ക്കൊപ്പം സന്തുഷ്ടമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് സ്വന്തം ആര്യ. കത്ത് വായിച്ചു തീർന്നതും വിവേക് ഒരു കൊച്ചുകുട്ടിയെ പോലെ അലറിക്കരഞ്ഞുപോയി. ആ കടലാസു കഷ്ണം നെഞ്ചോട് ചേർത്ത് അവൻ തറയിലേക്ക് വീണു. തൻ്റെ കുഞ്ഞ്, തൻ്റെ പ്രാണന്റെ പാതി, തൻ്റെ വിഡ്ഢിത്തം കാരണം തനിക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയ ലോകം തന്നെയാണ്. ഇനി ഒരിക്കലും തിരികെ കിട്ടാത്ത വിധം അവൾ അകന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. അവനോട് ക്ഷമിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ ശൂന്യമായ മുറിയിൽ അവന്റെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ മാത്രം മാറ്റൊല്ലിക്കൊണ്ടു. അതേസമയം ആയിരക്കണക്കിന് അടികൾക്ക് മുകളിൽ മേഘപടലങ്ങളെ കീറിമുറിച്ച് ലണ്ടനിലേക്കുള്ള വിമാനം കുതിച്ചു പായുകയായിരുന്നു. വിമാനത്തിന്റെ ചെറിയ ജനാലയിലൂടെ പുറത്ത് കാണുന്ന അനന്തമായ ആകാശത്തേക്ക് നോക്കി ആര്യ ഇരിപ്പുണ്ടായിരുന്നു. കാർമേഘങ്ങൾക്കിടയിലൂടെ ഒരു ചെറിയ നക്ഷത്രം അവൾക്ക് നേരെ കൺചിമ്മുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണുനീരില്ല, പകരം വല്ലാത്തൊരു തിളക്കവും ആത്മവിശ്വാസവുമാണ്. തന്റെ വയറ്റിൽ ഇരു കൈകളും ചേർത്ത് വെച്ച് അവൾ മൃദുവായി പുഞ്ചിരിച്ചു. ഇനി അവൾക്ക് തളരാൻ കഴിയില്ല. അവളുടെ ഉള്ളിൽ തുടിക്കുന്ന പുതിയ ജീവന് അവളൊരു തണലാകണം. ഇരുണ്ട ഭൂതകാലത്തെ ഓർമ്മകളുടെ മഴക്കാടുകളിൽ ഉപേക്ഷിച്ച് പുതിയൊരു പ്രഭാതം തേടിയുള്ള അവളുടെ യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. ആകാശത്തിന്റെ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്. അങ്ങനെ പെയ്തൊഴിഞ്ഞ മഴയ്ക്ക് ശേഷം ആകാശത്ത് ബാക്കിയായ നനവ് പോലെ ആര്യയുടെ ഓർമ്മകൾ വിവേകിന്റെ ലോകത്ത് എക്കാലത്തേക്കുമായി തങ്ങി നിൽക്കുകയാണ്. പ്രണയം എപ്പോഴും ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അല്ലേ? ചിലപ്പോൾ നമ്മൾ മറ്റൊരാളുടെ നന്മയ്ക്കായി എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ഹൃദയത്തെ എത്രമാത്രം ആഴത്തിൽ മുറിവേൽപ്പിക്കുമെന്ന് നാം അറിയാതെ പോകുന്നു. പറഞ്ഞ വാക്കുകളേക്കാൾ പറയാൻ മറന്ന സത്യങ്ങളാണ് പലപ്പോഴും ജീവിതങ്ങളെ വഴിമാറ്റി വിടുന്നത്. ആര്യയുടെ ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്ര നമ്മോട് പറയുന്നത് ഒന്നേയുള്ളൂ: എത്ര വലിയ കൊടുങ്കാറ്റിന് ശേഷവും പുതിയൊരു പ്രഭാതം ഉദിക്കുക തന്നെ ചെയ്യും. ഇരുളടഞ്ഞ ഭൂതകാലത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള കരുത്ത് ഓരോ മനസ്സിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ എവിടെയെങ്കിലും സ്പർശിച്ചുവെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ പ്രണയത്തെയോ നഷ്ടങ്ങളെയോ ഒരു നിമിഷമെങ്കിലും ഓർമ്മിപ്പിച്ചുവെങ്കിൽ, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാൻ മറക്കരുത്. ആര്യയുടെ തീരുമാനത്തെക്കുറിച്ചും വിവേകിന്റെ നിസ്സഹായതയെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഓരോ കഥയും പൂർണ്ണമാകുന്നത് നിങ്ങളുടെ വാക്കുകളിലൂടെയാണ്. ഇതുപോലുള്ള ജീവനുള്ള, ഹൃദയത്തിൽ തൊടുന്ന കൂടുതൽ കഥകൾക്കായി കിസലയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി പുതിയ കഥകൾക്കായി കാത്തിരിക്കുക. മറ്റൊരു കഥയുടെ മഴ നനയാൻ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്നേഹത്തോടെ നന്ദി.